കോർപ്പറേറ്റ് റെഗുലേഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് ആണ്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ആണ്. പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് നോക്കാം. ദ പ്രൊമോട്ടർ ഗെറ്റ്സ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് and executed and registered, and he deals with the merchant bankers, brokers, legal advisors. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇത് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിൻ്റെ രജിസ്ട്രേഷന്. പോരാത്തതിന് ഈ ഒരു കമ്പനീൻ്റെ മെർച്ചൻ്റ് ബാങ്കർ ആരാണ്, ബ്രോക്കേഴ്സ് ആരാണ്, അതിൻ്റെ ലീഗൽ അഡ്വൈസർ ആരാണ്, ഇതൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ആരുടെ കയ്യിലാണ്? ഈ പ്രൊമോട്ടറുടെ കയ്യിലാണ്. Next, he should make the all disclosure regarding the accounts and information so as to maintain the transparency at the time of the management to the directors. അതായത് ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അവരെന്തൊക്കെയാണ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഹൈഡ് ചെയ്യാൻ പാടില്ല. അക്കൗണ്ട്സ് ആണെങ്കിലും അതിൻ്റെ മേജർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് he should not make any secret profit out of the promotion of the company. ഒരു കമ്പനി ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള സീക്രട്ട് പ്രോഫിറ്റും ഉണ്ടാക്കാൻ പാടില്ല. നെക്സ്റ്റ്, he should make all disclosure regarding the transaction entered by him on behalf of the company as promoter. ഒരു പ്രൊമോട്ടർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒരേ നേച്ചറാണ്, ഒരേ സ്വഭാവമുള്ള ഡ്യൂട്ടീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് പ്രാവശ്യം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് പ്രൊമോട്ടറാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രൊമോട്ടർ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റിസീവ് ദ പ്രിലിമിനറി എക്സ്പെൻസ്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടാകും. ആ എക്സ്പെൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. അപ്പോൾ അതിനുള്ള തുക, ആ എമൗണ്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന്, കമ്പനി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രൊമോട്ടർക്കുണ്ട്. അതാണ് റൈറ്റ് ടു റിസീവ് ദ പ്രിലിമിനറി എക്സ്പെൻസസ്. ദ പ്രൊമോട്ടേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ ഓൾ എക്സ്പെൻസസ് incurred in setting up and registering the company from the board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ചെലവുകളും കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രൊമോട്ടർക്കുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു റിക്കവർ ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഫ്രം ദ കോ പ്രൊമോട്ടേഴ്സ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ദ റൈറ്റ് ടു റിക്കവർ ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഫ്രം ദ കോ പ്രൊമോട്ടേഴ്സ്. ഒരു പക്ഷേ ഒരു ചീഫ് പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് കരുതുക. ആ സീക്രട്ട് പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു കമ്പനി അറിയുകയാണെങ്കിൽ കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കമ്പനിക്ക് പ്രൊമോട്ടർ കൊടുക്കുകയും ചെയ്യേണ്ടി വരും. പോരാത്തിന് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയുള്ള കോ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കും. അവരെ കയ്യിൽ നിന്ന് അതിൻ്റെ ആ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് വാങ്ങാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ചീഫ് പ്രൊമോട്ടേഴ്സിനുണ്ട്. And the promoters are held jointly and severally liable for the secret profit made by them in the formation of a company. Therefore, the entire amount of the secret profit is paid to the company by a single promoter, and he is entitled to recover the proportionate amount from the co-promoters. ഞാൻ പറഞ്ഞതാണ് നേരത്തെ അത്തരത്തിലുള്ള കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റൈറ്റ് ടു റിസീവ് പ്രിലിമിനറി എക്സ്പെൻസസ്, സെക്കൻഡ് വൺ റൈറ്റ് ടു റിക്കവർ ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഫ്രം ദ co-promoters. തേർഡ് വൺ റൈറ്റ് ടു റെമ്യൂണറേഷൻ. ഇനി അതൊക്കെ ചിലവുകൾ കിട്ടാനുള്ളതായിരുന്നു. ഇനി പറയുന്നത് ഇങ്ങനെ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ അതിനുള്ള റെമ്യൂണറേഷൻ, പ്രതിഫലം എങ്ങനെയാണെന്ന് പറയുന്നത്. ദി പ്രൊമോട്ടർ having made proper disclosure has a right to be paid a remuneration for his efforts. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തത് കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള ഹൈഡിങ്ങും ഇല്ല. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രൊമോട്ടേഴ്സിന് മുന്നിൽ ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രൊമോട്ടർക്ക് ഉണ്ട്. ദ പേയ്മെൻറ്റ് ഓഫ് ദി റെമ്യൂണറേഷൻ ടു ദ പ്രൊമോട്ടർ ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസസ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, debenture, commission, or it can even be in the form of lump sum amount. അപ്പോൾ അയാൾ ചെയ്ത ജോലിക്കുള്ള തുക
ഒരു പക്ഷേ കമ്മീഷൻ ആവാം, അല്ലെങ്കിൽ ഷെയർ ആയിരിക്കാം, ഡിബെഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു തുകയായിരിക്കും. ഇങ്ങനെ 3 റൈറ്റ്സുകളാണുള്ളത്. അപ്പോൾ റൈറ്റ്സും ഡ്യൂട്ടീസും 2 പ്രാവശ്യം കാണുക, കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.